ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് സർഗം കിച്ചണിൽ അവൽ കൊണ്ട് ഒരു ഉണ്ട തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടുകടല 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ചൂടാക്കി പൊടിച്ച് തയ്യാറാക്കുന്നതാണ് ഈ അവലുണ്ട. അത് ഉണ്ടാക്കി എടുത്തു വെച്ച് 1 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. നാളികേരം ചേർത്തിട്ട് നല്ല ഹെൽത്തി പലഹാരമാണത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി 2 ദിവസം ഒരാഴ്ചയ്ക്കൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അവലുണ്ട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ള അവലോ മട്ടരിയുടെ അവലോ ഏതാ വേണമെങ്കിൽ എടുക്കാം. പിന്നെ പൊട്ടുകടല, ഇത് രണ്ടും നമുക്ക് ആദ്യം ചൂടാക്കി പൊടിക്കണം. പിന്നെ ശർക്കരപ്പാനി 3/4 കപ്പ്, നെയ്യ്, ഡാൽഡ, ഏലക്കായയുടെ പൊടി, എള്ള്, നാളികേരം ചെരുവിയത്. ആദ്യം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി പൊട്ടുകടലിട്ട് ചൂടാക്കാം. എന്നിട്ട് അത് ചൂടാക്കി എടുത്തതിന് ശേഷം അവല് ചൂടാക്കി എടുക്കാം. ഇത് രണ്ടും കൂടി നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ കടിച്ച് നിൽക്കും. ഇതൊക്കെ അവലുണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ചൂടാവണം, എന്നാലും ഇതൊന്ന് പൊടിയുള്ളൂ. ഒന്ന് ചൂടായതിന് ശേഷം കോരിയെടുക്കാം. അത് ഏകദേശം ചൂടായിട്ട് നമുക്ക് അവല് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ അവലുണ്ടയൊക്കെ നല്ല ടേസ്റ്റാണ്. ശർക്കര പാനിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ ബേക്കറിയിൽ നിന്നൊന്നും ഒരു സാധനങ്ങളും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു ഐറ്റം വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. തൊട്ടൊക്കെ അറിയാം. ജസ്റ്റ് ഇങ്ങനെ പൊടിയണ പോലെ തോന്നിച്ച് നമുക്ക് നിർത്താം. ചൂടായതിൻ്റെ നമുക്ക് നിർത്താം. അവലും ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ചൂട് മാറിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് പൊട്ടുകടല ചൂടാക്കി ഇത് പൊടിക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഞാൻ കടല തന്നെ ചൂടാക്കി പൊടിച്ചത് അവല് ചേർക്കാം. നമുക്ക് അവല് പൊടിച്ചെടുക്കാം. നല്ല നൈസായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടറിയാൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ച ശർക്കരപ്പാനി ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നാളികേരം 1/2 കപ്പ് തിളച്ച് വന്നിട്ട് ഇത് ചേർക്കാം. ഇത് 100 ഭാഗം ആവണമെന്നില്ല. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ചാൽ മതി. നാളികേരം ചേർക്കാം. നാളികേരമൊക്കെ ഒന്ന് വിളഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ
ഗ്യാസ് ചുരുക്കിയിട്ട് കൊടുക്കണം. അവലും പൊട്ടുകടലയും പൊടിച്ച് വെച്ചത് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പിന് ഉണ്ടാക്കിയിട്ടുള്ള 2 കപ്പിനൊക്കെ ആയി ഉണ്ടാക്കി നമുക്ക് എടുത്തു വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഏലക്കായര പൊടി 1 സ്പൂണോളം ചേർക്കാം. പിന്നെ എള്ള് 1 സ്പൂണോളം ചേർക്കാം. പിന്നെ നെയ്യ് 1/4 സ്പൂൺ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പശു നെയ്യ്. അതുപോലെ തന്നെ ഡാൽഡ കുറച്ച് ചേർക്കാം. അങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഒരു ചെറിയൊരു ചൂട് മാറുമ്പോൾ ഉരുട്ടിയെടുക്കാം. നല്ലോണം ചൂടാറിയിട്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ നമുക്ക് ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവണ ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. അവലുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നാളികേരം ചേർത്ത കാരണം അത്ര ഇരിക്കില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. 2 ദിവസം കഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ നാളികേരം ചേർത്ത കാരണം നാശമാവും. ഒക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ഇങ്ങനെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണ മൈദ ഐറ്റംസ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി സ്നാക്സ് ഒക്കെയാണത്. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടമാവണ ഒരു ഉള്ളിനത് അവലുണ്ട. നമ്മൾ നാളികേരം കൊണ്ട് ഇങ്ങനെ ചെരുവി ആക്കണേം പേര് ഇങ്ങനെ ഉണ്ട പോലെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. നമ്മുടെ അവലുണ്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.